എല്ലാറ്റിലും ആരോപണവും ശരിയാണ്. ഞാൻ തന്നെ ആരോപണം പങ്കെടുക്കുന്നത്. ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട്, പുരോഗതി വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ, അഥവാ കേരളത്തിന് ഇങ്ങനെ ഒരു റാങ്കിങ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ, അഥവാ കേരളത്തിൽ $1.7 ബില്യൺ ഒരു വികസനം 18 മാസത്ത് വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ബാക്കിയെല്ലാം ഇതിനെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ, അത് ന്യൂയോർക്കിലെ ജനീവയിൽ എവിടെ ചെയ്താൽ അവർക്ക് ഒരു പറയണം ഇത് തെറ്റാണെന്ന്. ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ എഴുതിയ കാര്യമാണ്, അത്രയേ ഉള്ളൂ. കേരളത്തിലെ കോൺഗ്രസിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ഹൈക്കമാൻഡിനോട് സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വന്നാൽ സംസാരിക്കാം. നോക്കൂ, എന്നോട് എല്ലാം ചോദിച്ചിട്ട് കാര്യം, ചില ചോദ്യങ്ങൾ വേറെ വല്ലവരോടും ചോദിച്ചോളൂ, ആ ഉത്തരവാദിത്തമുള്ളവരോട് ചോദിച്ചോളൂ. അതാ എനിക്ക് വലിയ സന്തോഷമാണ്, ഞാൻ എഴുതുന്നത് ആൾക്കാർ വായിക്കണ്ടല്ലോ, അതെങ്കിലും ഒരു സന്തോഷം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞു പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല. ഇങ്ങനെ ആൾക്കാർ കയ്യിൽ ഹാൻഡ് കഫ്സും കാലിൽ ഷാക്കിൾസും ഒക്കെ കെട്ടിയിട്ട് അവരെ മിലിറ്ററി പ്ലെയിനിൽ അയച്ചതിനെ കുറിച്ച് അദ്ദേഹം വാതിൽ അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ആശയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഒരിക്കലും പറയാത്തതിനെ കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാനത് നോക്കൂ, ഇലക്ഷൻ വരാൻ ഇനിയൊരു 15 മാസമുണ്ടല്ലോ. ഞാൻ ഇനിയും എഴുതാനുണ്ട്, ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടാവും. ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി. ഇനിയും എനിക്ക് എൻ്റെ പിന്നെ കൈയക്ഷരത്തിൽ പോലും പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് തന്നെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല. ഇത് ഇത്ര വലിയ വിവാദമായത് എനിക്ക് തന്നെ ഒരു അതിശയം. കാരണം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധ വെച്ചില്ല, ഇതേപോലെയുള്ള പോയിൻറ്റ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിലൊരു പ്രസംഗത്തിൽ 3 ആഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആരും മാധ്യമക്കാർ വലിയ ശ്രദ്ധ വെച്ച്, ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു, പക്ഷേ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയ ശേഷം വലിയ വിവാദമായി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ്. രാഷ്ട്രീയം ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, വികസനം കണ്ടിട്ടില്ല. ആ വികസനത്തിന് വേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൊട്ടണം.